പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നും സ്വർണം കട്ടത് ആരാണ് എന്നും പൊതുജനത്തിന് മനസ്സിലായി എന്നതാണ് ഈ ഫലസൂചനകൾ തെളിയിക്കുന്നത്. സ്വർണം കട്ടത് ആരപ്പ എന്നത് വെറും ഒരു പാരടി മാത്രമായിരുന്നില്ല. ഇവിടെ സത്യം വിളിച്ചു പറഞ്ഞ് ജനത്തിന്റെ വാ അടപ്പിക്കാൻ ഇനി എത്ര വലിയ ക്യാപ്റ്റൻ ആയാൽ പോലും കഴിയില്ല. ഈ പാരഡി എന്താണ് എന്നുള്ളത് പൊതുജനത്തിന് കൃത്യമായി മനസ്സിലാക്കുകയും അവർ കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഫലസൂചന തെളിയിക്കുന്നത്. അതായത് ഈ ക്യാപ്റ്റൻ, അതായത് LDFന്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഏറ്റവും അധികം പിന്നിലായി അദ്ദേഹം തോൽവി ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ ഫലസൂചന പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ജനങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ആ ജനം തന്നെ പിണറായി വിജയനോട് പറയുകയാണ്, നിങ്ങൾ കടക്ക് പുറത്ത്, ഇനി ഇവിടെ നിങ്ങളുടെ ഭരണം ആവശ്യമില്ല എന്ന ഒരു രീതിയിലേക്കാണ് ജനങ്ങൾ നൽകിയ വോട്ടുകളിലൂടെ തന്നെ അവർ തെളിയിച്ചിരിക്കുന്നത്. അതിവിടെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നതാണ് ഇവിടെ ഈ ആദ്യത്തെ ഫലസൂചന പുറത്തു വരുമ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. LDFന്റെ ഓരോ കോട്ടകളും ഇപ്പോൾ ഇളകുകയാണ്. പാവപ്പെട്ട ജനങ്ങളോട് വീട്ടിൽ പോയി ചോദിക്കെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ പിണറായി വിജയനെ വീട്ടിൽ തന്നെ ഇരുത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യത്തെ 3 റൗണ്ട് എണ്ണി തീർക്കുമ്പോഴും ഏറ്റവും പിന്നിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് ഈ ഒരു രീതിയിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. കണ്ണൂരിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപ്രതീക്ഷിതമായി തന്നെ മാറുന്ന ചില സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. CPMന്റെ കേന്ദ്രം, അതായത് ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായി എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ധർമ്മിടത്ത് പല ട്വിസ്റ്റും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പിണറായി വിജയൻ പിന്നിൽ തന്നെ തുടരുകയാണ്. ഏകദേശം 2077 വോട്ടുകൾക്കാണ് അദ്ദേഹം പിന്നിലുള്ളത്. ഇതാകട്ടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു ഫലസൂചന തന്നെയാണ് ഇതിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ VP അബ്ദുൾ റഷീദ് ഇവിടെ ലീഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ LDF ഭരിക്കുന്ന ചെമ്പിലോട് പഞ്ചായത്താകട്ടെ അവിടെ മുഴുവൻ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പിണറായി വിജയൻ പിന്നിലായി പോയി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അത് മാത്രമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നിരുന്ന ഈ മേഖലയിൽ ഇത്തവണ UDF മുന്നേറ്റമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുകയാണ്. വോട്ടെണ്ണൽ ഇപ്പോൾ അഞ്ചരക്കണ്ടി പഞ്ചായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത റൗണ്ടിൽ ചരിത്രം മാറുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്. പയ്യന്നൂരിലും LDFന് വൻ തിരിച്ചടി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 3 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഏകദേശം 11,000 വോട്ടിന്റെ കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് CPMനും അതേപോലെ തന്നെ LDFനും ആശങ്ക ഉയർത്തുന്ന കണക്കുകൾ തന്നെയാണ്. അവരുടെ കാലിടറിയിരിക്കുന്നു, അതായത് അവരുടെ സ്വന്തം ക്യാപ്റ്റന്റെ കാലിടറിയിരിക്കുന്നു എന്നത് എല്ലാ നേതാക്കളെ അടക്കം അവരുടെ മനോവീര്യത്തെ പോലും തകർക്കുന്ന ഒന്നായി. ഇത്രയും നാൾ അവർ കെട്ടിപ്പടുത്ത ആത്മവിശ്വാസം എല്ലാം ഇവിടെ ചോർന്നു പോകുന്ന ഒരു അവസരമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ അടക്കം വ്യക്തമാക്കിയത് എക്സിറ്റ് പോളുകളെ ഒക്കെ തള്ളിക്കളയുക. എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ മാറി മറിഞ്ഞ അവസരങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ ശക്തിയെല്ലാം ആർജിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ തിരികെ വരും, ഞങ്ങളുടെ ക്യാപ്റ്റനായി തന്നെ തിരികെ വന്നുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി കസേര വീണ്ടും അലങ്കരിക്കുമെന്ന ഒരു ആത്മവിശ്വാസം പോലും കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷ് ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനെ എല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഫലസൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തളിപ്പറമ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന TK ഗോവിന്ദൻ മുന്നിൽ തുടരുകയാണ്. ഇവിടെ LDF പ്രതീക്ഷകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ധർമ്മിടത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ 2016ലും 2021ലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച പിണറായി വിജയന് ഇത്തവണ കടുത്ത വെല്ലുവിളി തന്നെയാണ് ഇവിടെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. യുവ സ്ഥാനാർത്ഥിയായി നിന്ന VP അബ്ദുൾ റഷീദിന്റെ പ്രവേശനമാണ്, അതായത് മത്സരത്തിൽ കൂടുതൽ തന്നെ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലൂടെ തന്നെ പ്രധാന ചോദ്യങ്ങൾ, ഈ ലീഡ് തുടരുമോ, അല്ലെങ്കിൽ അടുത്ത റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ പിണറായി വിജയന് എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷയ്ക്ക് ഒരു വക ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ആ ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നതും. കണ്ണൂരിലെ ഈ മാറ്റങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ വലിയൊരു പ്രതിഫലനം, അതായത് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല. വോട്ടെണ്ണൽ തുടരുമ്പോൾ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇനി എന്താകും, കേരളത്തിന്റെ രാഷ്ട്രീയം എന്താകും എന്നതും ഇവിടെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.